നമുക്കെല്ലാവർക്കും അറിയാം ISL ആരംഭിക്കുന്നത് 2014 ISL ആരംഭിക്കുന്നത് 2014 പോലും അതിനു വേണ്ടി കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് അതായത് AFFും FSTL അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് അതായത് റിലയൻസും സ്റ്റാർ കമ്പനിയും കൂടി ഓണർഷിപ്പിലുള്ള FSTLും അതുപോലെ തന്നെ AFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കൂടി ചേർന്ന് ആരംഭിച്ച 2010 ഒപ്പുവെച്ച MRA കോൺട്രാക്റ്റിൻ്റെ ബലത്തിലാണ് 2014 ISL ആദ്യ സീസൺ ആരംഭിക്കുന്നത്. വളരെ മികച്ച ഒരു തുടക്കം തന്നെയായിരുന്നു ISL ഇന്ത്യൻ ഫുട്ബോളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വ്യൂവിങ് ടൂർണമെൻറ്റുകളിൽ ഒന്നാവുകയും പിന്നീട് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വ്യൂവർഷിപ്പുള്ള ടൂർണമെൻറ്റുകൾ അതായത് വാർഷിക വ്യൂവർഷിപ്പുള്ള ടൂർണമെൻറ്റിൽ ലോകത്ത് 12ാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് എത്തുകയും അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ അത്രയും മികച്ചൊരു ഗ്രോത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് ടോട്ടലി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ വളരെ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ടൂർണമെൻറ്റിൻ്റെ 2010 എഴുതിയ കോൺട്രാക്റ്റ് 15 വർഷത്തേക്കായിരുന്നു. അതായത് 2025 ഡിസംബർ 8 വരെ ആ ഒരു കോൺട്രാക്റ്റ് ഇനി ഡിസംബർ 8 അവസാനിക്കും. അതായത് ഇനി 3-4 മാസം കൂടി അവശേഷിക്കുന്നുണ്ട്. സോ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ FSTലുമായിട്ടുള്ള ആ ഒരു കരാർ വീണ്ടും പുതുക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളൊക്കെ തന്നെ കുറേ തവണ നടത്തുകയും എങ്കിൽ പോലും പലകുറി അത് പരാജയപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആദ്യം FSTL ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു. അതായത് 60% ISL ക്ലബ്ബുകൾക്കും പിന്നീട് FSTLന് 26% ബാക്കി AFFനും എന്ന നിലയിലായിരുന്നു ആദ്യം FSTL മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആ ഒരു പ്രപ്പോസൽ. അതിൽ അവരെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് തങ്ങൾക്ക് 50 കോടി അതായത് 50 CR AFFന് എല്ലാ വർഷവും കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് FSTL എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ AFFന് ഈ ഒരു 50 CR കൃത്യമായി വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ AFF ഒരു പുതിയ പ്രപ്പോസൽ FSTLന് നേരെ നീട്ടുന്ന ഒരു കാഴ്ച നമ്മൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അതിൽ 2035 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനെ കുറിച്ചാണ് അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു 50% 50 CR വാർഷിക ഉള്ള ആ ഒരു വരുമാനം തുടരുകയും പിന്നീട് ഒരു 20% വെച്ചുള്ള ഒരു എക്സ്റ്റൻഷനും ഒക്കെ തന്നെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ടായിരുന്നു. ഒരു പുതിയ പ്രപ്പോസൽ റെലിഗേഷനും പ്രൊമോഷനും തമ്മിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിനാൽ തന്നെ FSTL അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഒരു 50 CR പ്രശ്നമുള്ളതിനാൽ തന്നെ അവർ ആ ഒരു പ്രപ്പോസൽ നിലവിൽ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു വാർത്ത പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റായിട്ടുള്ള മാർക്കസ് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ അദ്ദേഹം വ്യക്തമാക്കി തന്നെ ആരാധകർക്ക് പങ്കുവച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ നിലവിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി നിലനിൽപ്പുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ISLൻ്റെ ഒരു നടത്തിപ്പിൽ ഒരു വലിയ റോൾ തന്നെ വഹിക്കുന്ന FSTL ഒരു ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു പുതിയ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നു. അത് മറ്റൊരു വലിയ പങ്ക് വഹിക്കുന്ന AAFF അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളുകയും അവരൊരു പുതിയ പ്രപ്പോസൽ വെക്കുന്നു. ഇത് FSTL തള്ളുകയും ഇങ്ങനെ തന്നെ ഒരു സംഘർഷം നിലവിൽ ISL നടത്തിപ്പിൽ തന്നെ ഉണ്ടാകുമ്പോൾ ISLൻ്റെ ഈ ഒരു സീസൺ നടക്കുവാൻ അല്ലെങ്കിൽ ഒരുപാട് താമസിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ അധികമാണ്. നിലവിലൊരു കോർട്ടിലാണ് ഇതിൻ്റെ ഒരു വിധി കാത്തിരിക്കുന്നത്. സോ അത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. നിലവിൽ ലീഗിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലീഗിൻ്റെ വിന്നേഴ്സിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ കോർട്ടിൽ നടക്കുന്നൊരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടതാണ്. കാരണം ഏകദേശം 5000 CR അതായത് 5000 കോടിയോളമാണ് FSTL ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഒരു വലിയൊരു ഫിനാൻഷ്യൽ റിട്ടേൺസ് ലഭിക്കാത്തതിനാൽ തന്നെയാണ് അവരും അതായത് FSTLും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുക്കുന്നത്. സോ അതിനാൽ തന്നെ AFFും ഇങ്ങനൊരു നിലപാട് നിൽക്കുന്നതിനാൽ തന്നെ അതായത് അവർക്ക് 50 CR തന്നെ വേണം എന്നൊരു നിലപാട് നിൽക്കുന്നതിനാൽ തന്നെ ആണ് ഈ ഒരു പ്രശ്നം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ ISLൻ്റെ ഭാവി നിർത്തുവാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവ് തന്നെയാണ്. കാരണം ഒരുപാട് ഒരുപാട് ജോബ്ലെസ് പ്രോബ്ലംസൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ISL അല്ലെങ്കിൽ ISL ഇനി എന്ന് നടക്കുമെന്നുള്ള കാര്യം. മേ ബി ഒരു നവംബർ ഡിസംബർ ആവുമായിരിക്കാം ISL ഇനി തുടങ്ങുമ്പോഴേക്കും ഒരു കോർട്ടിലൊരു വിധി വന്ന് ISL തുടങ്ങുമ്പോഴേക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നുള്ളൂ. സോ കണ്ടു തന്നെ അറിയാം എന്താകുമെന്ന് ഭാവിയൊക്കെ തന്നെ.